ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആൻമരിയ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ആൻമരിയ പറയുക, അതെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരാൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ആ അവാർഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തിനുള്ളതാണെന്നും. കുഞ്ഞുനാൾ മുതലേ അച്ഛൻ്റെ കൈ പിടിച്ചു തുടങ്ങി അവസാനം ഇപ്പോൾ ഇന്ന് ഈ നിലയിലെത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി, മിടുക്കിയായ ഒരു പെൺകുട്ടി, അച്ഛൻ്റെ കൂടെ വളർന്നു, അച്ഛൻ്റെ കഴിവുകൾ പകർന്നു കിട്ടി. അവസാനം സ്വന്തമായി നയന ആർട്ട് ഗാലറിയിൽ നിന്ന് ഒരു സ്ഥാപനം തുടങ്ങി. അതിൽ നിന്നും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ ആദർശ് സാറിനെ പരിചയപ്പെടുന്നത്. യാദൃശ്യമായിട്ടുള്ള പരിചയപ്പെടൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവർ തമ്മിൽ വിവാഹിതരായി. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ആദർശ് സാറ് നയന മേഡത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഒരു മിടുക്കിയാണ് നയനയെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് നയനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ ആദർശ് സാറ് നയന മേഡത്തെ മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാക്കി. അതിനുശേഷം മൂർത്തീസ് ജ്വല്ലറിക്ക് ഇപ്പോൾ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നയന മേഡത്തിൻ്റെ ഡിസൈനുകൾ കണ്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന രസകരമായ ഡിസൈനുകൾ, സ്ത്രീകളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം നിറയ്ക്കുന്ന ഡിസൈനുകൾ. ആ ഡിസൈൻ ഞാനിപ്പോൾ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആൻമരിയ TV-യിൽ ഇത് ഓണാക്കുവാണ്. ഈ സമയമാണെങ്കിൽ ആദർശ് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്ന ആ മാല എല്ലാവരും നോക്കുക. അത് കണ്ട് എല്ലാവരും കൈയടിക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലുള്ള വ്യത്യസ്തതരമായ നല്ല ഡിസൈനുകൾ ചെയ്താണ് നയന മേഡം ഇന്ന് ഈ നിലയിൽ വന്ന് നിൽക്കുന്നത്. നയന മേഡത്തിൻ്റെ ഡിസൈൻ കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് മോഹിച്ചു പോകും. അതുപോലുള്ള അടിപൊളിയായ മനോഹരമായ ഡിസൈനുകളാണ് നയന മേഡം ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്ന് ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്ന് എല്ലാവരും പങ്കെടുക്കുമ്പോൾ നയന മേഡത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ഒന്ന് അഭിനന്ദിക്കുകയും വേണം. കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു മിടുക്കിയായ പെൺകുട്ടി ലോകത്ത് വേറെ ഉണ്ടോ എന്നറിയില്ല. പലരും പല കഴിവുകൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഇതുപോലൊരു ഡിസൈൻ ചെയ്യുന്ന ആൾ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത്രയും നല്ല ഭംഗിയായിട്ട് എനിക്ക് ഈ ഡിസൈനിൽ ഒരുപാട് താല്പര്യം തോന്നി. പിന്നെ സ്വർണ്ണാഭരണങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചിടാത്തത്. എന്നാൽ ഇന്ന് ഈ വിപണിയിൽ വിഷുവും ഓണവും ഒക്കെ വരുന്നുണ്ട്. എല്ലാ വർഷവും ഓരോരോ ഉത്സവങ്ങൾ വരുമ്പോഴും അതിനൊക്കെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയാണ് മുന്നിൽ നിൽക്കുന്നത്, താരമായി മാറുന്നത്. അതിൻ്റെ കാരണക്കാരി മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർ നയന മേഡം ആണ്. ഇന്നത്തെ ഈ അവാർഡ് ദാനത്തിന് അർഹയായ നയന മേഡത്തെ 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആൻമരിയ നയനയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം നയന വേദിയിലേക്ക് വന്നു. അതിനുശേഷം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു. നമസ്കാരം പറഞ്ഞതിന് ശേഷം ഞാൻ ഈ അവാർഡ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്നെപ്പോലെ ഒരുപാട് കഴിവുകൾ തെളിയിച്ച് പുറത്തു വരാൻ പറ്റാത്ത കുറേ പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവാർഡിന് യോഗ്യത എനിക്കുണ്ടോയെന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് വേണ്ടി ഈ അവാർഡ് ഏർപ്പാടാക്കിയ ഗ്രേസി ആൻറ്റിക്കും ആൻമരിയയ്ക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടി ഈ ഒരു ചെറിയ കൊച്ചുമുറിയിൽ നമ്മൾ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം കൂടുന്നൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ എനിക്ക് വലിയൊരു അവാർഡ് തരുന്നു. ഈ അവാർഡ് എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷം തരും. പക്ഷേ കുറച്ച് മുമ്പ് കൂടെ ഞാൻ ഈ അവാർഡ് വേണ്ട എന്നും പറഞ്ഞ് വാശി പിടിച്ചു. ശരിയാണ്, ഞാൻ ആദർശേട്ടനും കല്യാണം കഴിച്ചു വന്നതിന് ശേഷം വീട്ടിൽ അത്ര നല്ല പൊരുത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. ഇതൊക്കെ കേട്ടതും ദേവേനെ ആലോചിക്കുകയാണ്. അന്ന് നയനയും ആദർശം കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയം ഞാൻ നിലവിളക്കും കൊടുത്ത് കൈപിടിച്ച് കയറ്റാമെന്ന് കരുതിയിരുന്ന എൻ്റെ മരുമോൾ എവിടെ? ഇവളാണോ എൻ്റെ മരുമോൾ? ഇല്ല, എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. ഇവളെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ദേവയാനി വാശി പിടിച്ചതും അപ്പോൾ മുത്തശ്ശൻ കടുപ്പിച്ച് പറഞ്ഞതും മുത്തശ്ശൻ പറഞ്ഞതുപോലെ നയനയെ അകത്തേക്ക് കൈപിടിച്ച് കയറ്റേണ്ടി വന്നതും ഒക്കെ ആലോചിച്ച് നോക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നയന എനിക്ക് അതിനുശേഷം അങ്ങോട്ട് ഭാഗ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മൂർത്തീസ് ജ്വല്ലറിയിൽ ചീഫ് ഡിസൈനറായി. അത് വലിയ അവാർഡോ സ്ഥാനങ്ങളോ ഉറപ്പിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ അല്ല. എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തത്. പക്ഷേ ഈ ജോലിക്ക് അർഹതപ്പെട്ട ഒരു അവാർഡാണ് നിങ്ങളെനിക്ക് തരുന്നതെങ്കിൽ അത് കിട്ടാൻ കൊതിക്കുന്ന എത്രയോ പേര് ഈ നാട്ടിലുണ്ട്. അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്ക് ഈ അവാർഡ് വേണ്ടെന്നേ ഞാൻ ഇപ്പോഴും പറയും. അത് കേട്ടതും എല്ലാവരും ഞെട്ടി.
ഞെട്ടലോടുകൂടെ എല്ലാവരും നയനയെ നോക്കുക. ദേവയാനി ഞെട്ടിപ്പോയി. ഈശ്വര, ഇവിടെ വന്ന അവാർഡ് വേണ്ടാന്ന് പറയുകയാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ഈ അവാർഡ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് എന്താ ആളെ കളിയാക്കുവാണോ എന്നും ചോദിച്ചുകൊണ്ട് ആ സമയം ഇല്ലമ്മേ, ഞാൻ ആരെയും കളിയാക്കുന്നതല്ല. ഈ അവാർഡ് എനിക്ക് അർഹിച്ചതല്ല എന്നും നയന. അതെന്താ? അതിൻ്റെ കാരണം എന്താ? ഇത്രയും എല്ലാവരും സ്ത്രീകളും ഞങ്ങളൊക്കെ കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമായത്. അത് നീ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല. പക്ഷേ എനിക്ക് ഈ അവാർഡിനോടൊന്നും വലിയ താല്പര്യമില്ലമ്മേ. ഇതുപോലെ സ്റ്റേജിൽ കയറി വന്ന് നിന്ന് അവാർഡ് വാങ്ങാനും അത് കഴിഞ്ഞ് അവാർഡും കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ഒരുക്കിയ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുക. അതിനുവേണ്ടി എത്ര പൈസ ചിലവായിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ ഈ അവാർഡ് ഞാൻ മേടിക്കില്ല എന്നും പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി നീ എന്താ അപമാനിക്കുവാണോ? അത് കേട്ടതും ഞാൻ അപമാനിക്കുന്നതല്ല അമ്മേ, എനിക്ക് ഈ അവാർഡ് വേണ്ട. ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നതാ. ഈ അവാർഡ് മേടിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലമ്മേ. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. നയന, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കൂട്ടുകാരിയും അവളുടെ മകളും ഒക്കെ കൂടെ ചേർന്ന് നിനക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ഒരുക്കുമ്പോൾ അതിൻ്റെ നഷ്ടങ്ങൾ മാത്രമല്ല നീ ചിന്തിക്കേണ്ടത്, നാണക്കേടും കൂടിയാ. എല്ലാവരും നാണം കെട്ടിങ്ങനെ നിൽക്കുക. കാരണം നീ ഒരുത്തി കാരണം, നീ ഒറ്റൊരുത്തി കാരണം. അത് കേട്ടതും നമ്മുടെ നയന, എന്നാൽ പിന്നെ എനിക്ക് ഈ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. നയനെ, നീ വെറുതെ കളിക്കരുത്. ഇവിടെ വരെ വന്നിട്ട് നീ ഇങ്ങനെ മനുഷ്യരെ കളിയാക്കരുത്. ഈ അവാർഡ് മേടിക്കാതെ, ഗ്രേസിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാതെ നീ ഇനി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട. എന്നാൽ പിന്നെ ഞാൻ വരുന്നില്ല എന്നും നയന. അത് കേട്ടതും ദേവയാനി ഞെട്ടി. ഈശ്വര, ഞാൻ ആകെ പ്രതിസന്ധിയിലാവുകയാണല്ലോ. ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവൾ വന്നില്ലെങ്കിലും എനിക്കത് ബുദ്ധിമുട്ടാവുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക. നയന, നിന്നോടാ പറഞ്ഞത് അവാർഡ് മേടിക്കാൻ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം ആൻമരിയ, എന്താ മേഡം ഇത്? ഇങ്ങനെയൊക്കെയാണോ ഒരു വേദിയിൽ കയറിയെന്ന് സംസാരിക്കുന്നത്? ഇതൊക്കെ നാട്ടുകാർ കാണും. അത് കേട്ടതും അതിന് നമ്മളിവിടെ ഇത്രയും പേരല്ലോ ആൻമരിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നാട്ടുകാരെങ്ങനെയാണ് കാണുന്നത്? ഈ അടഞ്ഞ മുറിയിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. എനിക്ക് അവാർഡ് വേണ്ട മാഡം. ഇത് ന്യൂസിലൊക്കെ വരേണ്ടതാ. മാഡം ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ നാട്ടുകാരറിയും. അതിന് ഞാൻ അവാർഡ് മേടിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇത് ന്യൂസിൽ വരുന്നേ? എനിക്ക് അവാർഡ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയന വാശി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താഴെ എഴുന്നേച്ച് ദേവയാനി താടി എഴുന്നേറ്റ് മുകളിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് നയന, നിന്നോടാ പറഞ്ഞത്, നീ അവാർഡ് മേടിച്ചിരിക്കും. മേടിച്ചില്ലെങ്കിൽ ഈ ദേവയാനി ആരാണെന്ന് നീ അറിയും. ശരി, എന്നാൽ പിന്നെ ഞാൻ മേടിക്കാം. പക്ഷേ അത് ഗ്രേസി ആൻറ്റിയുടെ കയ്യിൽ നിന്നായിരിക്കില്ല എന്നും നയന തറപ്പിച്ച് പറയുക. അതെന്താ ഗ്രേസിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചാൽ? ഈ അവാർഡ് എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരാളുണ്ട്. ആ ആൾ തന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഈ അവാർഡ് സ്വീകരിക്കാം. അത് കേട്ടതും നമ്മുടെ ദേവയാനി ഞെട്ടലോടുകൂടി നയനെ നോക്കുക. അറിഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞമ്മേ. എന്തായാലും എനിക്ക് ചില കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാനുണ്ട്. ഈ അവാർഡ് എനിക്ക് അമ്മ തന്നാൽ മതി. അത് കേട്ടതും ഞാനോ? നീ ഈ അവാർഡ് മേടിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരിയും അവളുടെ മകളും കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അത് കേട്ടതും എന്തിനാ അമ്മേ ഇനിയും കള്ളം പറയുന്നേ? മനസ്സിലെല്ലാം അടക്കി വെച്ചുകൊണ്ട് പുറത്ത് അഭിനയിക്കുന്ന എന്തിനാ? ഇനി ആ സ്നേഹം പുറത്ത് കൊണ്ടുവന്നൂടെ അമ്മേ എന്നും പറയുക. അത് കേട്ടതും ദേവയാനി നയനെ തുറിച്ചു നോക്കുക. അതെ അമ്മേ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വേദിയിലേക്ക് ഞാൻ വന്നതും അമ്മയെ കാണാൻ, അമ്മയെ സ്നേഹിക്കാനുള്ളൊരു അവസരം പാഴാക്കാതെ അമ്മയെ കൂടെ ഇവിടെ എത്തിച്ചതും. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ അമ്മേ, ഞാനൊരു എന്താ പറയുക, സാധാരണ പെൺകുട്ടി. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അതിനുശേഷം അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങി. കരളദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് കുറച്ച് വൈകിപ്പോയി. അമ്മ എന്നെ വീട്ടിൽ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നപ്പോഴും അതിനുശേഷവും അമ്മയെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ മാറ്റവും സംസാര രീതികളും ഒക്കെ എനിക്ക് എന്തോ സംശയം തോന്നിയതുകൊണ്ടാണ് അമ്മയുടെ പിന്നാലെ പിന്തുടരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെ അമ്മയുടെ പിന്നാലെ ഞാൻ പിന്തുടർന്നു. എൻ്റെ അനിയത്തി നന്ദു ഈ ഇടയിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നു. അതിനുശേഷം കോടതിയിലും. ആ കോടതിയിൽ എൻ്റെ അനിയത്തിയെ തന്നെയാണ് ബാധിച്ച് ജയിച്ചത്. പക്ഷേ എന്നാലും എൻ്റെ അനിയത്തിക്ക് പിന്നിൽ നിന്ന മാരാർ വക്കീൽ ഞങ്ങളോട് ഫീസ് പോലും മേടിച്ചില്ല. അങ്ങനെ അയാൾ ഫീസ് മേടിക്കാതെ പോകുന്നത് എന്തിനാണെന്നറിയാൻ ഞാൻ പിന്നാലെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ അങ്കിള് ഫീസ് വാങ്ങാതിരുന്നത് അങ്ങേർക്ക് കൊടുക്കേണ്ടിരുന്ന ഫീസ് അമ്മ നേരത്തെ തന്നെ എത്തിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നിൽ നിന്ന് കളിച്ചിട്ടും അമ്മ എന്താ മുന്നിലേക്ക് വരാത്തത്? എന്നോടുള്ള സ്നേഹം എന്താ നേരിട്ട് പ്രകടിപ്പിക്കാത്തത്? മനസ്സ് നിറയെ സ്നേഹം വെച്ചുകൊണ്ട് പുറത്ത് ദേഷ്യം അഭിനയിക്കുന്നത് എന്തിനാ?
അതൊക്കെ എനിക്കറിയണം, എന്നോട് പറയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നയന ചോദിക്കുകയാണ്. അത് കേട്ടതും ദേവയാനിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. അമ്മേ, ഞാൻ എല്ലാം അറിഞ്ഞമ്മേ. അമ്മ എന്നെ സ്നേഹിക്കുന്നതും അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതും അമ്മ എനിക്ക് വേണ്ടി ഓരോ ഉണ്ടാക്കി വെച്ചതും എല്ലാം അറിഞ്ഞു. ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് വേണം? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അമ്മയൊന്ന് എന്നെ എനിക്ക് തന്നു തുടങ്ങിയെന്ന് ഞാൻ വൈകിയാണ് അമ്മ അറിഞ്ഞു പോയത്. പക്ഷെ എന്തായാലും ആ അറിവിന് ശേഷം അമ്മയെ ഇവിടെ എത്തിക്കണമെന്നും ഈ വേദിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അമ്മയും ഞാനും ഒരുമിക്കണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അമ്മ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നയനയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. നയനയും ദേവയാനിയെ പിടിച്ച് കരയുക. എന്തിനാ മോളെ, എന്തിനാ നീ എന്നിൽ നിന്നും മാറി നിന്നത്? ഞാനെങ്ങോട്ട് മാറിയെന്ന് അമ്മയെ പറയുന്നത്? മോളെ, എല്ലാം എൻ്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. എൻ്റെ മോളുടെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല, എൻ്റെ മോളെ ഞാൻ മനസ്സിലാക്കിയില്ല എന്നും പറഞ്ഞ് ദേവയാനി കരയുക. ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആൻമരി അങ്ങോട്ട് വരിക. ആൻറ്റി, ഇനി ആൻറ്റി 2 വാക്ക് സംസാരിക്കുക ആൻറ്റി എന്നും പറയാണ്. ഉറപ്പായിട്ടും എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എൻ്റെ മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം തുറന്ന് പറഞ്ഞ് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി കണ്ണുനീർ തുടച്ച് അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കാം. എൻ്റെ മോൻ, എൻ്റെ ആദർശ് മോൻ, അവനെ എനിക്ക് ജീവന, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പാതിയാണ് അവൻ. അവൻ എനിക്ക് ജീവനാണ്. അതുപോലെ തന്നെയാണ് എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങളെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എല്ലാവരെക്കാളും ഒരുപടി മുകളിലാണ് ഞാൻ അവനെ സ്നേഹിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നു. മുഖം മറച്ചു വന്ന് കല്യാണ മേടയിലിരുന്ന് കല്യാണം കഴിച്ച് എൻ്റെ മകൻ്റെ കൂടെ വന്നവളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയല്ല അവൻ്റെ കയ്യും പിടിച്ച് വന്നതെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇവളെ അകത്ത് കയറ്റാതെ തടഞ്ഞു നിർത്തി. ആ സമയത്ത് എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് വേറെ വഴിയില്ലാതെ ഞാൻ ഇവളെ അകത്തേക്ക് പിടിച്ച് കയറ്റി. പക്ഷേ അകത്തേക്ക് കയറ്റുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഇവൾ പുറത്തു പോകണമെന്നുള്ള ചിന്ത. ആ ചിന്ത എന്നിലെ ദേഷ്യവും വാശിയും ഒരുപാട് മൂർച്ഛിച്ചു. അതിനുശേഷം ഞാൻ ഇവളെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മോളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഇവളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇവളുടെ കുടുംബത്തെ പോലും. എന്നിട്ടും ഇവളെന്നെ ഒരിക്കൽ പോലും വെറുത്തിട്ടില്ല. എൻ്റെ മരുമോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. അതുമാത്രമല്ല, ഞാൻ അവളെ നിറക്കി വിടാൻ ശ്രമിച്ചിട്ടും ഇവൾ എന്നോട് ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല. അമ്മയുടെ സ്നേഹം എപ്പോഴെങ്കിലും കിട്ടുമെന്ന് കരുതി ഇവൾ കാത്തിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു ദിവസം രാത്രി ഇവൾ ഒരു ഗ്ലാസ് പാല് കാച്ചി വെച്ചു. ആ പാലെടുത്ത് ഞാൻ കുടിച്ചതിന് ശേഷമാണ് ഞാൻ മരണത്തോട് മല്ലടിച്ചത്. ആ സമയത്ത് ഞാൻ എൻ്റെ മോളെ വെറുക്കുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അവളാണ് എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നതെന്ന് വിചാരിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ദേഷ്യമാണ്. ഞാൻ ഇഷ്ടപ്പെടാത്ത മരുമകൾ, ഞാൻ വെറുക്കുന്ന മരുമകൾ, അവളെങ്ങനെയെങ്കിലും വീടിന് പുറത്തു പോകണം, അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സമയത്ത് ഇവൾ വിഷം കലർത്തി തന്നാൽ ആയിരിക്കില്ല അത് ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇവൾ വിഷം കലർത്തി തന്ന് എന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാനൊരു പൊട്ടിയായിപ്പോയി. സ്വന്തം ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ച പാലിൽ ഇവളെങ്ങനെയാണ് വിഷം കലർത്തുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇവളോടുള്ള എൻ്റെ ദേഷ്യം എന്നെ അതിന് അനുവദിച്ചില്ല. അവസാനം ആ പാല് കുടിച്ച് ഞാൻ ഗുരുതരാവസ്ഥയിലായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസവും എൻ്റെ മോളെ എന്നെ കാണാൻ നെഞ്ചിടിപ്പോടുകൂടെ ഓടി വരുമ്പോൾ അവളെ ഞാൻ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. വേദനിച്ച് കിടക്കുമ്പോഴും അവളെ ഞാൻ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. എൻ്റെ മോളെന്നെ കാണണമെന്നും പറഞ്ഞ് ഓടി വരുമ്പോൾ ഇവളോട് ഇവിടെ വരണ്ട, ഇവൾ വന്ന എൻ്റെ അസുഖം കൂടുമെന്നും പറഞ്ഞ് ഞാൻ ഇവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവളെൻ്റെ മുൻപിൽ വന്നു നിന്നു. അപ്പോഴും എനിക്ക് കരൾ തരാൻ ഒരു പെൺകുട്ടി റെഡി ആയിട്ടുണ്ടെന്നും കാശ് പോലും ചോദിക്കാതെ ആ പെൺകുട്ടി റെഡിയായി നിൽക്കുകയാണെന്നും ഇങ്ങനെ വേണം പെൺകുട്ടികളായാലെന്നും ഒക്കെ പറഞ്ഞ് ഇവളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരക്ഷരം പറയാതെ ഇവളെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചു. അതെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എല്ലാം തുറന്നു പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാനെ. ഞാനൊരു ദ്രോഹിയാ, നിങ്ങൾക്കൊക്കെ അറിയോ? എൻ്റെ മോൻ ഇവളെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ അറിഞ്ഞു. ലോകത്ത് അങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ സങ്കടപ്പെട്ട ഒരേ ഒരു അമ്മയെ ഉണ്ടാവുമായിരിക്കുള്ളൂ, അത് ഞാനാ. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ മോനും ഇവളും ഒന്നിച്ച ഒരു കുഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി മണ്ഡലകാലത്തെ വ്രതം നോക്കണമെന്ന് അവനോട് പറഞ്ഞത്. 1 അല്ല 2 അല്ല 60 ദിവസം നോൻപെടുത്ത് അവൻ ശബരിമലയ്ക്ക് പോകേണ്ടി വന്നു. അതും ഞാൻ കാരണം. ഇവളും അവനും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണം. അങ്ങനെയെല്ലാം ചെയ്ത എനിക്ക് അയ്യപ്പസ്വാമി തന്ന ശിക്ഷയാണെന്ന്
ഞാൻ അറിയാൻ വൈകിപ്പോയി. എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു പോയി. അവസാന നിമിഷം എനിക്ക് കരള് പകത്ത് തന്നിട്ട് ഇവള് വീട്ടിലേക്ക് പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് ഇവള് തിരിച്ചു വരാതെ ഇരുന്നപ്പോൾ ഞാനും സമാധാനത്തോടെ ഇരുന്നത്. വീട്ടിലെത്തിയ ഞാൻ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാൻ വാശി പിടിച്ചപ്പോൾ ആരും പറഞ്ഞില്ല. അവസാനം അന്വേഷണം ഒടുവിൽ നയനയിലേക്ക് എത്തി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത്. എല്ലാം എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയൂ. ഇതുപോലൊരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണം. എന്നാൽ ഞാനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. ഒരുപാട് വേദനിപ്പിച്ചു. സോറി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയുടെ മുൻപിൽ പോയി കൈകൂപ്പി. നിന്നോട് എത്ര ക്ഷമ ചോദിച്ചാലും തീരില്ലെന്നറിയാം. എന്നാലും നീ എന്നോട് ക്ഷമിക്കണം. ഇനിയൊരു തെറ്റും ഈ അമ്മയുടെ ഭാഗത്തു നിന്ന് നിൻ്റെ അരികിലുണ്ടാവില്ല. അതെ, മരുമക്കളെ തള്ളിക്കളയുന്ന അമ്മായിയമ്മമാർ ഒരിക്കൽ ചിന്തിക്കണം. അവർ നല്ലവരാണെന്നും അവരെ സ്നേഹിക്കണം. അവർ നമ്മളെപ്പോലെ തന്നെ വന്നു കയറിയ പെൺകുട്ടികളാണ്. നമ്മൾക്കുണ്ടായ വേദന ഒരിക്കലും അവർക്കുണ്ടാകാൻ പാടില്ല എന്നൊക്കെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തരില്ല എന്നും പറഞ്ഞ് മാറി നിന്നെ. എന്നാൽ എൻ്റെ മരുമോള് എത്ര വേദന സഹിച്ചിട്ടും ഈ ചെറുപ്രായത്തിൽ എനിക്കൊരു കരൾ പകർത്ത് നൽകിയത് എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. മോളെ, പൊന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയെ കെട്ടിപ്പിടിക്കുക. നയന അമ്മ ആരുടെ മുൻപിലും തല കുനിക്കരുതെന്ന് പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടയ്ക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഇനിയിപ്പോൾ എന്തിനാ ദേവയാനി വഹിക്കുന്നേ? ആ അവാർഡ് നീ തന്നെ നയനയ്ക്ക് കൊടുക്ക് എന്നും പറഞ്ഞ് ഗ്രേസി അവാർഡ് എടുത്തുകൊണ്ട് വരിക. ഈ സമയം അവാർഡ് എടുത്ത് ദേവയാനി നമ്മുടെ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് നയനയുടെ കവളത്ത് ഒരു ഉമ്മയും. സന്തോഷമായി. നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ അമ്മായിയമ്മയും മരുമകളും ഒന്നിക്കുമ്പോൾ അവിടെ അനാമികയ്ക്ക് ഇനി ഇടിവെട്ട് തിരിച്ചടിയിടുന്ന ആളുകളായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.